ഇവിടെ എല്ലാത്തിന്റെ കുറവ് പേർക്കുണ്ട്. നീ ഇങ്ങനെ നോക്കുമ്പോ പെറുക്കാൻ വന്നിക്കാണ്. ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു ഷോപ്പിങ്ങും കുക്കിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഞാനൊരു ഡ്രസ് കോഡിന്റെ ഷോപ്പിംഗ് വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രാവിലത്തെ കുക്കിങ്ങും തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ മുതൽക്കേ ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അനുവിന് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ സ്കൂൾക്ക് കൊടുത്തേക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ നമ്മൾ വെള്ളത്തിൽ അവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ പിന്നെ നമ്മൾ എന്നത്തെ സ്ഥിരം കടിയാണ് അപ്പം. ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടം, അതുകൊണ്ട് ഇത് തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുക. കലക്കി ചുട്ട അപ്പം എന്നാണ് ഞങ്ങൾ ഇവിടെ പറയാ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കടി, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കടിയാണ്. അപ്പൊ രാവിലെ അതെന്നെ ആക്കി. നിഷാദ് ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും എത്തിട്ടു. അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാതെ പോകാൻ പറ്റൂല. ചില സമയത്ത് ഫുഡ് കഴിക്കൂല, അവിടുന്ന് കഴിച്ചിട്ടാ വരിക. ചില സമയത്ത് ഫുഡ് വേണ്ടി വരും. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മീൻ തലേ ദിവസം തന്നെ മസാല പരട്ടി വെച്ചതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഫുഡിന്റെ കാര്യത്തിൽ. കാരണം അതെടുത്ത് അങ്ങോട്ട് പൊരിച്ചാൽ മതിയല്ലോ. കൂട്ടാൻ അവിടെ റെഡി. മീൻ പൊരിക്കുന്ന ടൈമിൽ തന്നെ അപ്പുറത്തെ ചോറിനുള്ള വെള്ളവും കൂടിയും വെച്ചിരുന്നു കേട്ടോ. അപ്പൊ അത് തിളച്ച് വന്നപ്പോൾ അരിയും കൂടി ഒക്കെ കഴുകിയിട്ടാണ്. മെയിൻ അത് ഏകദേശം പൊരിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഗ്യാസിലാണ് കേട്ടോ ഫുള്ളായിട്ട് കുക്ക് ചെയ്യല്. കുറേ ഐറ്റങ്ങൾ അടുപ്പ് കത്തിച്ചിട്ടില്ല. അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര വൈബാക്കാറുണ്ട്. ഞാൻ അടുപ്പ് തന്നെ കത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ അടുപ്പിൻ്റെ ഭാഗത്തേക്കേ പോകലില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ചിക്കനും കൂടി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫ്രൈഡ് റൈസൊക്കെ ഉള്ള ചിക്കനാണ് കേട്ടോ. ഇതിൽ തീരെ ഞാൻ മസാല യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് മസാല എരിവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് മോനക്ക് എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഓനക്കുള്ള ഫുഡിലും ഞാൻ എരിവ് കുറക്കലുണ്ട്. പിന്നെ ചോറ് അത് ഹാഫ് കുക്കാവുമ്പോൾ ഞാൻ ഇറക്കി വെക്കും കേട്ടോ. റൈസ് കുക്കറിലൊന്നും ഇറക്കി വെക്കൂല, ജസ്റ്റ് ഞാൻ അവിടെ മാറ്റി വെക്കും. ചോറിലുള്ള ആവി പോവാത്ത രീതിയിൽ എന്തെങ്കിലും ഭാരമുള്ള ഐറ്റംസ് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുകയും ചെയ്യും കേട്ടോ. അത് ഇറക്കി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉള്ള റൈസ് വേവിച്ചെടുക്കണമല്ലോ. ചോറ് പെട്ടെന്ന് ഇറക്കി വെച്ചത് അതുകൊണ്ടാണ് കേട്ടോ. കാരണം ആ റൈസും കുക്കായി കിട്ടണമല്ലോ. 1-2 വിസിൽ വന്നാൽ മതി. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് കുതിർക്കാൻ വെച്ചത് കുറച്ച് ടൈം കുറഞ്ഞതുകൊണ്ടാണ് 2 വിസിലും വരുത്തി. അതിൽ ആവി കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ടോ തുറന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കുക്കായി കിട്ടും. പിന്നെ നമുക്ക് അടുക്കളയിലുള്ള മെയിൻ പണി എന്ന് പറയുന്നത് ഈ ഒരു പാത്രം കഴുകലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അതും കൂടി അങ്ങോട്ട് തീർത്തെടുത്തു. അത്യാവശ്യം അതിലധികം പാത്രം കഴുകാനുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ പാത്രം കഴുകാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം ഞാൻ കൂടുതൽ പാത്രങ്ങൾ യൂസ് ചെയ്യും. പിന്നെ ഇത്രയും കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ഈ ദിവസം പണിയെടുക്കുമ്പോൾ എനിക്ക് അത്ര മടുപ്പുണ്ടായില്ല കേട്ടോ. കാരണം ഭയങ്കര ഉത്സാഹത്തിലാണ് പണിയെടുത്തിട്ടുണ്ടായിരുന്നത്. 11 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ബസ് വരും. അപ്പോൾ ആ ടൈം ആവത്തേക്കും തീർക്കണം എന്നുള്ള ആ ഒരു അർജന്റിലാണ് ഞാൻ പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പാത്രമൊക്കെ കഴുകി നല്ല ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ റൈസും ചിക്കനും കൂടി ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. കാരണം അല്ലെങ്കിൽ അത് അവിടെ ഉണ്ടല്ലോ എന്നുള്ള ടെൻഷനേ. കാരണം ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ്, വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യണില്ല. ഇനിയിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും ആരെങ്കിലും റെസിപ്പി ചോദിക്കണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ റെസിപ്പി വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഇതിൽ തന്നെ ചെറുതായിട്ട് എൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. പ്രത്യേകിച്ച് ഞാനിതിലൊന്നും ചേർത്തിട്ടില്ല, സ്പെഷ്യലായിട്ടൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. കുറച്ച് മസാല ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു. ഒരുപാട് മുരിഞ്ഞു പോകാൻ പാടില്ല, കാരണം അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് ആ ഒരു ടേസ്റ്റ് കിട്ടൂല. പിന്നെ അതിലേക്ക് നിങ്ങൾ കണ്ട പോലെ തന്നെ 2 മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ച് ചിക്കൻ വറുത്തെടുക്കുക. അതിലേക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ്, മല്ലിച്ചപ്പ്, ഉപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പുറത്തെ ഗ്യാസിൽ തന്നെ ഞാൻ കറിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തലേദിവസം മാളിക്കുന്ന് കൊടുന്ന മോരുകറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മോരുകറിയായിരുന്നു. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇനി ഗ്യാസ് ഒന്ന് സിമ്മിലിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ആ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായതിനു ശേഷം വീണ്ടും നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസ്, സോയാ സോസ്, മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം ആ ചൂടിൽ കിടന്നിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുത്താലുള്ളൂ ആ റൈസിലൊക്കെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ പിടിച്ച് കിട്ടുള്ളൂ. മീൻ പൊരിച്ചത് ഞാൻ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇതേപോലെ അടച്ചു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ വേർപ്പ് തട്ടിയിട്ട് ആ ഒരു മുരിമുരിപ്പ് അങ്ങോട്ട് പോകും. സംഭവം സിമ്പിൾ ആയിട്ടുള്ള റൈസ് ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. കുട്ടിക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നു, എനിക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. എൻ്റെ കയ്യിൽ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കി കേട്ടോ. ഞാൻ തലേദിവസം മാളിക്കൊന്നും വന്നതായതുകൊണ്ട് തന്നെ പച്ചക്കറിയും കാര്യങ്ങളൊന്നും വാങ്ങി വെച്ചത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അനുമോൻ്റെ ലഞ്ച് ബോക്സും കൂടി റെഡിയാക്കി ഒരുക്കി വെച്ചപ്പോൾ ഒരു സമാധാനമായി. കാരണം വേറെ ഒന്നും ഒരുങ്ങിയിട്ടില്ലെങ്കിലും ഓൻ്റെതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരുങ്ങി കിട്ടേണ്ടത്. ഓനക്ക് ഇങ്ങനത്തെ ഐറ്റംസ് എന്ത് കൊണ്ടുപോകണമെങ്കിലും സോസ് നിർബന്ധമാണ്. അപ്പോൾ അതും ഞാൻ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ദിവസം എനിക്ക് ഭയങ്കര ഉഷാറായിട്ടോ. അല്ലാത്ത ദിവസം ഞാൻ മടി പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് ടൈം എടുത്തിട്ടൊക്കെയാണ് എൻ്റെ പണികളൊക്കെ തീർക്കുക. പക്ഷേ ഈ ദിവസം പണികളാണെങ്കിലും ഷടപടേന്ന് കഴിയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പോകാനുള്ള റെഡിയാവലും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ആ ടൈം ആയപ്പോഴത്തേക്കും അതൊക്കെ ഒപ്പിച്ചെടുത്തു. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ പരിശ്രമിക്കാത്തത് കൊണ്ടാണ്, നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടല്ല എന്നുള്ളത്. അങ്ങനെ എവിടേക്കെങ്കിലും പോകണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അർജന്റ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് പോകട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോ സ്കൂൾക്ക് പോകുന്നതിന് മുന്നേ തീരാവുന്ന അത്ര പണികൾ തന്നെ നമ്മൾ
നമ്മളെ വീട്ടിൽ ഉണ്ടാവുള്ളൂ. കുട്ടി സ്കൂൾക്ക് പോണതിന് മുന്നേ എനിക്ക് തീർത്തെടുക്കാൻ കാരണം ഒരു കുട്ടി തന്നെ ഉള്ളൂ. ഒരാളെ ഒരുക്കി അയച്ച ഒരാളെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷെ എന്ത് പറഞ്ഞാലും ഞാൻ അനുമോ സ്കൂൾക്ക് പോയതിന് ശേഷം എൻ്റെ പണികളൊക്കെ തുടർത്തുള്ളൂ കേട്ടോ. സ്വസ്ഥമായിട്ട് അവനെ ആക്കി വന്നിട്ട് പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. പക്ഷെ ഞാൻ ഒരു ഉച്ചയാകുമ്പോൾ എൻ്റെ സ്വഭാവം മാറട്ടോ. ഞാനിങ്ങനെ ആലോചിക്കും നാളെ നേരത്തെ പണികളൊക്കെ എടുക്കണം, നേരത്തെ എടുത്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇരിക്കാറുന്നല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കും. പക്ഷെ ആലോചിച്ചിട്ട് കാര്യമില്ല, പിറ്റേ ദിവസം ഞാൻ അതേപോലെ തന്നെ ആയിരിക്കും. ഓപ്പൺ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് പിന്നെ അധികം നമ്മൾ കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യലില്ല. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കുക. അധികം യൂസ് ചെയ്യലില്ല എന്ന് പറഞ്ഞാലും ക്ലീൻ ആക്കാൻ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുത്തു. കാരണം മനുമോനെ സ്കൂളിലാക്കി വന്നിട്ട് വേണം ഇനി ബാക്കി പണികളൊക്കെ തീർക്കാൻ. എനിക്ക് ചില സമയത്ത് ഒരു ആഗ്രഹമാണ് കേട്ടോ എന്നെ കൊണ്ടാക്കും എന്നുള്ളത്. എന്നൊന്നും കൊണ്ടാക്കൂല, പക്ഷെ ചില സമയത്ത് നമ്മൾ കൊണ്ടാക്കും. ഇന്നത്തെ ദിവസം ഞാൻ അങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത്, ഞാൻ അന്ന് സ്കൂളിലാക്കി തരട്ടെ എന്നുള്ളത്. കാരണം സ്കൂൾ ബസ് വരുന്ന ടൈമിൽ എൻ്റെ എന്തെങ്കിലും പണിയിലായിരിക്കും, അപ്പം എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റൂല. അപ്പം ഞാൻ പറഞ്ഞു ഈ അവിടെ ഇരുന്നോ, ഞാൻ അന്ന് ടൈം ആകുമ്പോൾ ആക്കി തരാമെന്നുള്ളത്. ചില ദിവസം എനിക്ക് അങ്ങനെ ഒരു തോന്നലാണ് കേട്ടോ. അർജന്റിൽ പണിയൊക്കെ തീർക്കാനുള്ള ദിവസം അവനെ ആക്കി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളത്. അനുമോനെ കൊണ്ടാക്കി വന്നിട്ടോ. ഇനി തല കുത്തനെ കിടക്കണ വരെ നമുക്ക് നിർത്തി വെക്കണം. കാരണം 2-3 ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡെയിലി വന്നിരുന്നാലും ഇവിടെ ഇല്ലാത്തതിൻ്റെ കുറവ് പെരക്കുണ്ട്. അപ്പം അതൊന്ന് നികത്തണം. മണ്ണാർക്കാട് പോകേണ്ടത് കൊണ്ട് തന്നെ അർജൻറ്റായിട്ട് പണി എടുക്കണമല്ലേ. ഫുള്ള് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കണ്ടില്ലേ പൊള്ളിക്കണം. ഫുള്ള് പൊള്ളുക, ഇതാ മുറി ഇവിടെയൊക്കെ ഉണ്ട്, പൊള്ളുക മുറി. അങ്ങനെ ഇങ്ങനെ അർജൻറ്റായിട്ട് വീഡിയോ എടുത്ത് പണിയെടുക്കുമ്പോൾ നല്ല റിസ്ക്കാണ്. പിന്നെ അർജൻറ്റായിട്ട് എടുക്കും കൂടി വേണ്ടതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 10 മണിയായി. 10 കഴിഞ്ഞിട്ടോ. 11 മണിക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങണം. അതിൻ്റെ ഉള്ളിൽ അലക്കണം, തുടക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ചോറും കൂട്ടാനൊക്കെ അതിൻ്റെ. അപ്പോൾ ഇതാ അടുക്കള ഏകദേശം ഞാൻ ക്ലീനാക്കി, ബാക്കിയൊക്കെ അവിടെ കിടക്കുകയാണ് അല്ലേ. പാത്രങ്ങൾ ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞിട്ട് മോറി കഴിഞ്ഞിട്ട് വീണ്ടും മോറാനാണ്. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പുറത്തൊക്കെ പോണ ദിവസം മാത്രമേ വ്ളോഗ് എടുത്താലും ഇങ്ങോട്ട് ശരിയാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെറും പെരയത്തെ പണിയെടുത്ത് നിങ്ങൾക്ക് അതൊരു മടുപ്പാവില്ല. ഡെയിലി ഞാൻ എന്തെങ്കിലും വ്ളോഗ് ഇടുമ്പോൾ വീട്ടു ജോലിയും കാര്യങ്ങളും മാത്രമാകുമ്പോൾ അത് നിങ്ങൾക്കൊരു മടുപ്പ് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഇടാത്തത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പുറത്തൊക്കെ പോണ ദിവസം ഇൻഷാ അല്ലാ ഇങ്ങനെ വ്ളോഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടാൻ തോന്നും, ഇടാം. അപ്പം ഞാൻ എന്തായാലും ഇനി തുടങ്ങട്ടെ. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുൾ നമുക്ക് ക്ലീനാക്കി ഇവിടുന്ന് ഇറങ്ങണം. കുളിയും മാറ്റലും കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാനും. ആദ്യം വിചാരിച്ചു അടുക്കി പെറുക്കി അടിച്ചു വാരിയിട്ട് തുടക്കാതെ പോയാലോ എന്നുള്ളത്. പിന്നെ ഒരു സമാധാനമല്ല കേട്ടോ. അപ്പം ഞാൻ വീണ്ടും തുടക്കാൻ വേണ്ടിയിട്ട് നിന്നു. അതുവരെ വീഡിയോ എടുത്ത് പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഫുൾ ഒരു ഓട്ട മത്സരം തന്നെയായിരുന്നു. വണ്ടി കൊടുന്ന് ഇവിടെ എത്തി. ഞങ്ങളിതാ കോട്ടയപ്പാടത്ത് ബസ് കയറുകയാണ്. പോകുമ്പോൾ അവിടുന്ന് വരും, ഇവിടുന്ന് കയറും, വണ്ടി നിർത്തി ചാവി അവിടെ ഏൽപ്പിച്ച് പോവാണ്. ഒരു ഡ്രസ് കോഡിൻ്റെ പേരും പറഞ്ഞാൽ ഞങ്ങൾ 3 പ്രാവശ്യമെങ്കിലും മണ്ണാർക്കാട് പോയിട്ടുണ്ടാവും കേട്ടോ. മണ്ണാർക്കാട് മാത്രമല്ല, അല്ലാതെ ഞങ്ങൾ മീഷോന്ന് പർച്ചേസ് ചെയ്യുന്നത് വേറെയും. മണ്ണാർക്കാട് എത്തിക്കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാതെ കയറുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്റ്റുഡിയോ ആണ് കേട്ടോ. അവിടെ ഒന്ന് കയറിയിട്ടുള്ളൂ. മണ്ണാർക്കാട് എത്തിക്കഴിഞ്ഞാൽ വേറെ എവിടെയും കയറുള്ളൂ. ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറണം. കയറി കഴിഞ്ഞാൽ എനിക്ക് ആ ചെരുപ്പിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് പോയേ പറ്റുള്ളൂ. പുതിയ മോഡൽ ഏതാ വന്നതെന്നുള്ളത് നോക്കും. എനിക്കിത് നല്ലോണം ഇഷ്ടമായിട്ടോ. ചെരുപ്പ് വാങ്ങണം എന്നൊരു ഉദ്ദേശമേ ഉണ്ടായില്ല കേട്ടോ പോകുമ്പോൾ. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായില്ല. ഇൻഷാ അല്ലാ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഉണ്ടെങ്കിൽ എനിക്ക് എടുക്കണം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ചെരുപ്പായതുകൊണ്ടാണ് ഞങ്ങൾ ആരും അത് എടുക്കാതിരുന്നത്. കാരണം ഞങ്ങൾക്ക് കുറച്ച് ഹീലുള്ളതാണ് വേണ്ടത്. ഗൗണ്, ഓപ്പൺ ചുരിദാർ അതിൽക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് ആ ഒരു ഫ്ലവർ വരുന്നത്. പിന്നെ അതിലും ലൈറ്റ് കളർ ചെരുപ്പും വരുന്നുണ്ട് കേട്ടോ. 399 രൂപയാണ് റേറ്റ്. 400 തന്നെ. റേറ്റ് ഒന്നും അത്ര അധികമല്ല, പക്ഷേ അതൊരു 300 ആണെങ്കിൽ ഞാൻ അപ്പം തന്നെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ പരാഗക്കാണ് പോയത്. കാരണം ഞങ്ങളെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പരാഗാണ്. പെറുക്കാൻ വന്നിക്കാണ്. ഇയാള് തെരഞ്ഞോണ്ടേ ഇരിക്കാണ്. പെറുക്കാൻ വന്നതെന്നൊക്കെ കളിയാക്കിയാണ് കേട്ടോ. അസലായിട്ട് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വന്നതാണ്. അതായത് കട്ട് പീസ് നമ്മൾക്ക് നല്ല വർക്ക് വരുന്ന മെറ്റീരിയലിന് വേണ്ടിയിട്ട് വന്നതാണ്. അത് വെച്ചിട്ടൊരു പരിപാടി ഉണ്ട്. അതിലത്തെ ആ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഹാൻഡ് വർക്ക് പോലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മളെ ഡ്രസ്സിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനത്തെ പല കലാപരിപാടികളും നമ്മളെ ഡ്രസ്സിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതൊന്നും പോരായിട്ട് കുറച്ച് കുന്ത സ്റ്റോണും ഒലക്ക സ്റ്റോണും ഒക്കെ വാങ്ങാൻ വേണ്ടി കയറിക്കാൻ കേട്ടോ. ഒരാവശ്യമില്ലാതെ കമ്മലുണ്ടാക്കാനുള്ള ഐറ്റംസ് കേൾക്കണോ. ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ എവിടെ കമ്മലുണ്ടാക്കണോ, പക്ഷെ എന്നാലും വാങ്ങണം എന്ന് തോന്നിയാൽ അതങ്ങോട്ട് വാങ്ങുന്നേ. പൂമോൾക്ക് വള വാങ്ങാൻ ഫാൻസി കയറി. അത് കഴിഞ്ഞ് എനിക്ക് മോതിരം വാങ്ങാൻ വേറെ ഫാൻസി കയറി. ഡ്രസ്സിലേക്ക് വേണ്ട ലൈസുള്ള കാര്യങ്ങൾ അത് വാങ്ങി. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് പർച്ചേസിങ് എന്തോന്ന് കുറച്ചധികം കടകൾ കയറി ഇറങ്ങുക തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടി. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാതെ പോരുകയെന്ന് പറയുന്നത് മോശമല്ലേ. അപ്പം നേരെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും കയറിട്ടോ. മെയിൻ ഫുഡായിട്ടൊന്നും ഓർഡർ ചെയ്യണില്ല. എന്തെങ്കിലും ജ്യൂസ്, സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ. എനിക്ക് ജ്യൂസ് പറ്റാത്തതുകൊണ്ട് എന്തായാലും കോഫി. ഞങ്ങൾ 3 ആളും പോകുമ്പോൾ അധികവും 3 ആളും 3 ഐറ്റം ആണ് കേട്ടോ ഓർഡർ ചെയ്യുന്ന. 3 ഐറ്റം നമുക്ക് ടേസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങളേക്ക് ഒരു മിസ്റ്റേക്ക്
മിസ്റ്റേക്ക് പറ്റി. ഞങ്ങൾ ക്ലബ് സാൻഡ്വിച്ച് വാങ്ങിച്ച ടൈമിൽ അതിൽ 4 പീസാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. കോംബോ ആയിട്ട് വരുന്ന ഐറ്റംസ് എന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 പീസും ലൈമും പിന്നെ 4 പീസും ലൈമും ഒക്കെയാണ് വരുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ 4 പീസും ലൈമുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നത് 1 പീസാണ്. ഓൽക്ക് മാറിപ്പോയോ ഞങ്ങൾക്ക് മാറിപ്പോയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഓർഡർ ചെയ്ത് കിട്ടി കഴിക്കാനുള്ള ടൈം ഞങ്ങൾക്ക് ഇല്ലേനും. പിസ്സ ആണെങ്കിലും ക്ലബ് സാൻഡ്വിച്ച് ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അത് മാത്രം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. ബസ്സിൽ വന്ന് ഞാൻ കോട്ടപ്പാട് സെന്ററിൽ ഇറങ്ങി. എനിക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ഓല് കുറച്ച് അപ്പുറത്തെ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. പിന്നെ ഓരോരുത്തരായിട്ട് ഞാൻ വീട്ടിൽ അങ്ങനെ ട്രിപ്പ് അടിച്ചിട്ടോ. എത്തി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്ക് ഫുഡ് കഴിച്ചതുകൊണ്ട് നേരായിട്ടുണ്ടായില്ല. അവിടേക്കും ഇവിടേക്കും എത്താത്ത പോലെയായിരുന്നു ഫുഡ്. രാവിലെ ഉണ്ടാക്കിയ കുറച്ച് ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു. അതും കൂടി ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചിട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് ബട്ടൂരയും ചിക്കൻ കറിയും കൂടി വെക്കുന്നുണ്ടായിരുന്നു. പൂമോള് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെക്കാൻ വേണ്ടി നിന്നത് കേട്ടോ. പക്ഷെ ഓളത് വെക്കണവരെയും കഴിക്കണവരെയും നിന്നില്ല കേട്ടോ. ഓള് പെട്ടെന്ന് തന്നെ പോയി. ഷെമീർ എന്തൊരാവശ്യത്തിന് കോട്ടപ്പാടത്ത് വരുന്നുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയി. കാരണം ഡ്രസ് കോഡിൻ്റെ പേരും പറഞ്ഞ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കറക്കത്തിൽ തന്നെയായിരുന്നു. ഇനി പിറ്റേ ദിവസം വീണ്ടും വരണം, ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തോടത്തേക്ക് പോകാനും അങ്ങനെയൊക്കെ ഓരോ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓള് പെട്ടെന്ന് തന്നെ പോയി. ഇപ്പം ഞങ്ങൾക്ക് മിക്ക ദിവസങ്ങളിലും ബട്ടൂരിയും ചിക്കൻ കറിയും കേട്ടോ. ബട്ടൂരി ആണെങ്കിൽ നിഷാനെ ഉണ്ടാക്കിക്കോളും. അപ്പോൾ എന്തായാലും ചിക്കൻ കറിയും ബട്ടൂരിയെ കൂട്ടി നല്ല രീതിക്ക് കഴിച്ചു. നമുക്ക് ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് കല്യാണ വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് നമ്മൾ കല്യാണ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ